തരൂരിൻ്റേത് വെല്ലുവിളി തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വെല്ലുവിളി എന്ന് പറയുമ്പോൾ അമിത ആത്മവിശ്വാസം. തനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം പിന്തുണയല്ല, കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് മാത്രമല്ല, അപ്പുറത്തു നിന്നുള്ള ഒരുപാട് പേർ തന്നെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസേതര വോട്ടുകളുടെ പിന്തുണയിലാണ് താൻ ജയിച്ചു വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ മത്സരിച്ച 4 തെരഞ്ഞെടുപ്പുകൾ, അതിൽ കിട്ടിയ വോട്ടുകളൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ 2014 ഈ 15,470 വോട്ട് കിട്ടുമ്പോൾ അന്ന് അദ്ദേഹം ഏറ്റവും അധികം വ്യക്തിപരമായ ബുദ്ധിമുട്ട് നേരിട്ട വർഷമാണ്. ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് BJP കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത കേസുകളുമൊക്കെ നല്ല ബുദ്ധിമുട്ടിയ സമയമാണത്. വ്യക്തിപരമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അത് ജയിക്കുമോ എന്നതുപോലും ആശങ്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം ജയിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരദേശ വോട്ടുകൾ, ആ ബെൽറ്റ് അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് കോൺഗ്രസ് വോട്ടുകളാണ്. കോൺഗ്രസിനെ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആ വിഭാഗത്തിൻ്റെ പിന്തുണ അത് തരൂർ മറക്കാൻ പാടില്ലായിരുന്നു. 2024 പ്രത്യേകിച്ചും 2024 അദ്ദേഹം വിയർത്ത ഘട്ടമാണ്. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത് ഓർക്കുന്നില്ല. വേറെ എന്തൊക്കെയോ ഒരു തരം പിന്തുണ ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിൽ അദ്ദേഹം കഴിയുകയാണ്. തരൂരിനെ സംബന്ധിച്ച് തരൂരിന് ഇനി എന്ത് സ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി നൽകേണ്ടത്? ഏറ്റവും ഉന്നത സമിതിയായ പ്രവർത്തക സമിതിയിൽ അംഗത്വം കിട്ടുന്നു. ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും അപ്പുറത്തെ പാർട്ടി ഉയർത്തിക്കാട്ടിയ പേര് ഖാർഗെയുടേതാണ് എന്ന് വരുമ്പോൾ ആ സമയത്ത് ഖാർഗെക്കെതിരെ നിൽക്കേണ്ട എന്നൊരു രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഖാർഗെ ഒരു ദളിത് നേതാവാണ്. ഒരു ദളിത് നേതാവ് പാർട്ടിയുടെ അധ്യക്ഷനായി വരട്ടെ എന്നൊരു ആലോചന ഉണ്ടാകാത്ത ഒരു വിശ്വപൗരനാണ് അദ്ദേഹം അപ്പോൾ തനിക്ക് കൂടി മത്സരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം കണ്ടത്. ആ മത്സരത്തിലെ ജനാധിപത്യമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ശരി, മത്സരിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കമിട്ടു. അതേതായാലും പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ജനാധിപത്യ രീതിയിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുശേഷം പ്രവർത്തക സമിതിയിലേക്ക് എടുക്കുന്നതിലും തടസ്സമുണ്ടായിട്ടില്ല. അത്രയ്ക്കും പാർട്ടി ചെയ്യുകയാണ്. കാരണം അത് ഖാർഗെയല്ല വെല്ലുവിളിച്ചത്, യഥാർത്ഥത്തിൽ ഗാന്ധി കുടുംബത്തെ തന്നെയാണ് വെല്ലുവിളിച്ചത്. ആ ഒരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം അതിൽ നടത്തിയിട്ടുള്ളത്. ആ വെല്ലുവിളി നടത്തിയ ശേഷം അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാഹുലിനെ പിണക്കിയാൽ, സോണിയാഗാന്ധിയെ പിണക്കിയാൽ പിന്നെ പാർട്ടിയിൽ അങ്ങോട്ടേക്ക് ഒരു പ്രവേശവുമില്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന് ഉന്നത പ്രവർത്തക സമിതിയിൽ തന്നെ അംഗത്വം കിട്ടിയത്. പിന്നീട് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ, വിദേശകാര്യ പാർലമെന്ററി കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹത്തിന് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആയിരുന്നു ആഗ്രഹം, അത് കിട്ടിയില്ല. അത് KC വേണുഗോപാലിന് കൊടുത്തു. പക്ഷേ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എക്സ്പെർട്ടൈസ് ഉള്ള വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യാത്ര തന്നെ നടത്തി. ആ യാത്ര ഇതിലൂടെയൊക്കെ കടന്നുപോയി നമ്മൾ കണ്ടതാണ്. പക്ഷേ യാത്രയ്ക്കൊടുവിൽ ലീഗിൻ്റെ പിന്തുണ കൂടി തേടുന്ന ഘട്ടത്തിലാണ് അവിടെ ഹമാസിനെതിരെ നടത്തിയ പ്രതികരണം വന്നത്. അപ്പോൾ ലീഗിനെ അത് പ്രതിരോധത്തിലാക്കി. ലീഗ് ആ സമ്മേളനത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായി. തരൂരിനെ മുഖ്യാതിഥിയായി പ്രസംഗിപ്പിച്ച പരിപാടിയായിരുന്നു. അതിനുശേഷവും പക്ഷേ ലീഗ് അതിൽ വലിയ പരസ്യ പ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രതികരണങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗ് അടക്കം ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനെ വിമർശിക്കാൻ, ശക്തമായ പ്രതികരണം നടത്താൻ കുഞ്ഞാലിക്കുട്ടിയെ പ്രേരിപ്പിച്ച ആ കാര്യമാണ്. തരൂരിനെതിരെ ഒന്നും പറഞ്ഞില്ല എങ്കിലും തരൂർ പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രതിനിധികൾ പ്രതികരിച്ചത്. കാരണം ഹമാസ് തീവ്രവാദികളാണ് എന്നുള്ള ആ പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗത്തിന്റെ സമയത്ത് CPM വലിയ രീതിയിൽ തരൂരിനെ ആക്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന നിലയ്ക്ക് ഹമാസുമായി ബന്ധപ്പെട്ട് പിന്നെ CPM പ്രതിരോധത്തിലാകുന്നത് മുൻ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണല്ലോ. അപ്പോൾ K. ശൈലജയുടെ പ്രതികരണത്തിലാണ്. അതൊക്കെ തന്നെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ തരൂരിനെ സംബന്ധിച്ച് പാർട്ടിക്ക് കൊടുക്കാവുന്ന എല്ലാ പദവികളും കൊടുത്തു. ഈ 2009 അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ ഒരാൾ ചെന്നിത്തലയാണ്. ഈ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു കൊണ്ടുവന്ന നേതാവിന് വേണ്ടി രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിൽ നിന്ന് അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയത്തിൽ പിന്നീട് നടക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്നും രമേശ് ചെന്നിത്തല പ്രതികരിക്കുമ്പോൾ പറയുന്നത് പാർട്ടിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുന്നത് തന്നെയാണ് പറയുന്നത്. എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് ആ വെല്ലുവിളി അദ്ദേഹം അങ്ങോട്ട് നടത്തുമ്പോൾ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് വളമാകാൻ ഉള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ട എന്ന് കൃത്യമായ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാലായാലും പ്രതികരിച്ചത്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എതിരഭിപ്രായം പറയുന്നവരെ 51 വിട്ടില്ല എന്നാണ് KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ശശി തരൂരിനെ പോലെ ഒരാൾ പുറത്തേക്ക് പോകുന്നു, അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിന് ഈ സമയത്ത് ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, സംശയം വേണ്ട.
അതെ. പക്ഷേ ഇപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നതെന്ന് ഒഴിച്ചാൽ പൊതുവെ തെരഞ്ഞെടുപ്പ് നടക്കാത്ത വർഷമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ സംഘടനാപരമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, സംഘടനയിൽ മാറ്റങ്ങൾ വരുത്തി, ഇതിലൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് എന്ന് അറിയുന്നു. ഈ വർഷം അതിനുള്ളതാണ്. ഈ സമയത്താണ് തരൂർ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തക സമിതി അംഗം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടി ആകെ കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് അപ്പുറത്ത് ഗുണം ചെയ്യുക എന്നതും പ്രധാനമാണ്. ഇനി അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് പ്രസംഗത്തിൻ്റെ വഴിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്ന ഒരു ഭാഗം, ഡിനയിങ് റൂമേഴ്സ് ദാറ്റ് ഹി വാസ് കൺസിഡറിങ് സ്വിച്ചിങ് പാർട്ടീസ്, തരൂർ സെഡ് ഹി ഡസ് നോട്ട് ബിലീവ് ഇൻ ചേഞ്ചിങ് എ പാർട്ടി if one does not agree with certain things in it. I don't think it will be the right thing to do. One has the freedom to be outside the party, stay as an independent. But he quickly added, what I see in today's politics is that everyone wants a party or organization to back you. അപ്പോൾ പുറത്തേക്ക് പോയാലും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കണമെന്നൊരു വസ്തു പറയുന്നു, അതോടൊപ്പം തന്നെ ഒരു ബാക്കിംഗ് വേണമെന്ന് പറയുകയും. അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ബാക്കിംഗ് ഇല്ലാതെ ആർക്കും അങ്ങനെ സ്വതന്ത്രമായിട്ടൊരു പാർട്ടിയിൽ നിന്ന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പുതിയ പാർട്ടി അല്ലെങ്കിൽ സാധ്യതകളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു, എല്ലാം തുറന്നിടുകയാണ്. അപ്പോൾ ആ തുറന്നിട്ടുകൊണ്ട് ഏത് സമയത്താണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പ് ിലേക്ക് പോകുമ്പോൾ എല്ലാ എം പിമാരും, കേരളത്തിലെ എം പിമാരൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതാത് അവരുടെ മണ്ഡലങ്ങളിലൊക്കെ വേണ്ട കാര്യങ്ങളും യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ എവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കാണാൻ ഒരു സാധാരണക്കാരൻ ശ്രമിച്ചാൽ അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഇത് സ്ഥിരമായി സാധാരണ പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആക്സസിബിളായ നേതാവല്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനാണ് എന്ന് അദ്ദേഹം കരുതുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തീർച്ചയായും എല്ലാവർക്കും നല്ല താല്പര്യം തോന്നുന്ന പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹം സുന്ദരനാണ് എന്നുള്ളതും അദ്ദേഹത്തിന് വോട്ടർമാരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് ബാക്കി എല്ലാ നേതാക്കളെയും വെല്ലുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഈ ശൈലിയല്ല വേണ്ടത്. ഇപ്പോൾ ഭരിക്കുന്നവരെ കൂടി പുകഴ്ത്തിക്കൊണ്ടൊരു പുതിയ ശൈലിക്കാണ് ഇനി സാധ്യത. അതാണ് പുതിയ രാഷ്ട്രീയ സംസ്കാരം എന്നൊക്കെ അദ്ദേഹം എവിടെയോ വെച്ച് വിചാരിക്കുകയാണ്. പക്ഷേ ഒരു രാജ്യത്തും അങ്ങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിലും ഇപ്പോൾ അവിടെയാണെങ്കിലും പരസ്പരം ഏത് രൂപത്തിലാണ് വിമർശനം കടന്നു പോകുന്നത്, അല്ലേ? ആക്രമിക്കുന്ന രൂപത്തിലാണ്. ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള രാഷ്ട്രീയം കാണുന്നത്? ഒരു വശത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനല്ലാതെ ഒരു എഴുത്തുകാരനും അതിലപ്പുറം വേറൊരു തലത്തിലേക്ക് അദ്ദേഹത്തെ വെക്കുന്നു, ഒരു വശത്ത് അങ്ങനെയല്ലാതെയും. അപ്പോൾ അത് സംഭവിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. ഇപ്പോൾ പുറത്തേക്ക് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്കിലും AICC പുനഃസംഘടനയൊക്കെ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഇപ്പോൾ ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം OBC ദളിത് നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട്, വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിക്കൊണ്ടൊക്കെ ഒരു മാറ്റം പാർട്ടിക്കകത്ത് തന്നെ നടപ്പാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും അങ്ങനെ ചുമതല നടത്തിയിരിക്കുന്നതിൽ കുറേ ദളിത് നേതാക്കളുണ്ട്, കുറേ ഗോത്രവർഗത്തിലെ നേതാക്കളുണ്ട്, അതുപോലെ തന്നെ OBC നേതാക്കളുണ്ട്. അപ്പോൾ അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇതുവരെ കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു പിന്നാക്കാവസ്ഥയിലായിരുന്നു എന്നും ദളിത് നേതാക്കളെയോ OBCകളെയോ പരിഗണിച്ചിരുന്നില്ല എന്നും ഇന്ദിരാഗാന്ധിക്ക് പോലും ആ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ പിഴവുകൾ സമ്മതിച്ചുകൊണ്ട് ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് പാർട്ടി പോകുന്നിടത്താണ് അപ്പുറത്ത് എനിക്ക് ഈ പൊസിഷനല്ല അതിലപ്പുറമുള്ള പൊസിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നാക്ക വിഭാഗക്കാരൻ ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ആവശ്യം ഇപ്പോൾ പരിഗണിക്കാവുന്ന ഒരു സ്ഥിതിയിലേയല്ല കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ പറയുന്നത് ശരിയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ എന്ത് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതൊരു വിമർശനമാണ്. അത് പക്ഷേ പാർട്ടിക്ക് അകത്ത് ഉന്നയിക്കേണ്ട വിമർശനമാണ്. ഇപ്പോൾ ലീഗ് ഇപ്പോൾ ആ വിമർശനം മുന്നണിക്കകത്താണ് ഉന്നയിക്കുക. കോൺഗ്രസിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരിക്കുന്നു എന്ന് പറയുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ഒന്നിച്ചായല്ലോ. തരൂർ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ച് പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ആ തരൂർ വിഷയം യഥാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസിനെ ഒരുമിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് പരിഹസിക്കുമ്പോൾ താനും ആ ഒരു ആഗ്രഹത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് വിട്ടുകഴിയുന്ന തരൂരിന് ഈ പറയുന്ന സ്വീകാര്യത ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ടാണ് തരൂരിന് ഈ തരത്തിലുള്ള സ്വീകാര്യത. അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ എന്നുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ നിൽക്കുമ്പോൾ, കോൺഗ്രസ് നിൽക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ആ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് പോവുകയാണ്, BJPയിൽ അടുക്കുകയാണെങ്കിൽ തന്നെ റദ്ദ് ചെയ്യലാകുമത്.
അല്ലേ? താൻ എഴുതിയ പുസ്തകങ്ങൾ, താൻ നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന് ഇപ്പോഴും പാർലമെന്റിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസംഗം അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല എന്ന വേദനയാണുള്ളത്. അപ്പോൾ അങ്ങനെ വേദനിക്കുന്ന ഒരാൾക്ക് BJP-യുമായി സഹകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ പറയുന്നത് പോലെ CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം എന്ന ഒരു ഠാവട്ടത്തിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ നിൽക്കുക മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഉള്ള ഏക വഴി കോൺഗ്രസ് ആണ്. അതിലപ്പുറം ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ പ്രതികരണത്തിൽ തിരിച്ചു പ്രതികരിക്കേണ്ട എന്ന് തന്നെ കരുതുന്നു, പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതുന്നു. പക്ഷേ ഇതിലപ്പുറം കടന്ന് വേറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് പോകുമായിരിക്കാം. നിലവിൽ എന്തായാലും പ്രതികരിക്കേണ്ട എന്നുള്ള തീരുമാനം തന്നെ. ഏതായാലും രാഹുൽ ഗാന്ധിയുമായുള്ള ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് നിരാശയുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ നിരാശയുടെ പ്രകടനം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അഭിമുഖം അതിന് മുൻപെടുത്ത അഭിമുഖമാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അഭിമുഖങ്ങൾ പല കോൺഗ്രസ് നേതാക്കളുടെ അഭിമുഖങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അതല്ലേ, അത് പുറത്തു വന്നു കഴിഞ്ഞ കാര്യമാണ്. അതിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനമടക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ ഉയർത്തിക്കാട്ടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ KPCC ആസ്ഥാനത്ത് ഒരു മുറി എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അല്ലെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറിയ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാവുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം എന്നുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തിനൂടെ കേരളത്തിലെ നേതാക്കൾ നൽകുന്നില്ല എന്ന് പറയുന്നതിൽ അല്പം ശരിയുണ്ട്. അദ്ദേഹത്തെ കൂടി അംഗീകരിക്കുക. പക്ഷേ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് തിരിച്ചപ്പുറത്തുള്ളവർ പറയുന്നത്. ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് എന്നും അപ്പുറത്തുള്ളവർ പറയുന്നു. പക്ഷേ ഒരുമിച്ച് പോവുകയാണ് ഈ സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIM ഇപ്പോൾ പറയുന്നു ഒരിക്കലും അനാഥനാകില്ല. പല നേതാക്കളുടെയും പ്രതികരണം ഭയങ്കര രസമുള്ള പ്രതികരണമാണ്. കോൺഗ്രസിന് പുറത്തേക്ക് വന്നാൽ ഒരു അനാഥനാകില്ല എന്ന് പറഞ്ഞത് തോമസ് ഐസക് ആണ്. നേരത്തെ തരൂരിനെ ഒരു വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ച AK ബാലനും പറഞ്ഞു കോൺഗ്രസിന് തരൂരിനെ തൊടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ പ്രതികരണങ്ങൾ പുറത്ത് വരുന്നുണ്ട്. BJP-യുടെ അങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ BJP സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ തരൂർ ഇപ്പോൾ നടത്തുന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി അധികം തുടരാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.